2020 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ഏറ്റവും അപ്സെറ്റ് എന്ന് പറയാവുന്നത് ഓസ്ട്രേലിയ പുറത്താവുന്നതാണ്. അതും ശ്രീലങ്കയോടും സിംബാബ്വേയോടും നല്ല രീതിയിൽ തന്നെ തോറ്റിട്ട്. ആ ഒരു ഫോമിന്റെ ഒരു ഇത് വെച്ച് നോക്കാന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ അടുത്ത് നിന്നൊക്കെ വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയ ഒരു ഔട്ട് ഓഫ് ഫോമിലാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീം ഇത്തരം ഒരു വലിയ മേജർ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് കളിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിനനുസരിച്ച് ഉയർന്നു വരാറുള്ളതാ. എന്തായിരിക്കും ഓസ്ട്രേലിയക്ക് സംഭവിച്ചിട്ടുള്ളത് ദിലീപിന്റെ ഒരു ഭാഷയിൽ? പ്രധാനമായിട്ട് സംഭവിച്ചത് ആഷസ് ആണ്. ആഷസ് പരമ്പര കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെ ഹേസൽവുഡ് കളിച്ചിട്ടില്ല. കമ്മിൻസ് ഒരു ഒറ്റ ടെസ്റ്റേ കളിച്ചുള്ളൂ. വേറെ പല കളിക്കാർക്കും അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരിക്കുകളും ഇതൊക്കെ പറ്റി. പിന്നെ അവർ എത്രത്തോളം സീരിയസ് ആയി എടുത്തിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സീസൺ അവരുടെ ഫോക്കസ് മുഴുവൻ ആഷസ് ജയിക്കണേലായിരുന്നു. അതിനപ്പുറം എന്ത് സംഭവിക്കുന്നുള്ളത് വലിയൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പക്കാരെ ആരെയും കാണുന്നില്ല. ആരാണ് മുന്നോട്ട് ഇപ്പൊ എല്ലാ കാലത്തും ഇപ്പൊ ഏറ്റവും മോശം കാലം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ 1980, 84, 85 ആ സമയത്ത് ഡെഗ് ചാപ്പൽ, ഡെനിസ് ലില്ലി, റോഡ് മാഷ് ഇവരൊക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം ആ സമയത്ത് വരെ ടീം മോശമായിരുന്നെങ്കിലും ആൾക്കാർക്ക് അറിയായിരുന്നു ഇനി കളിക്കാർ വരുന്നുണ്ട്. സ്റ്റീവ് വോ വരാനുണ്ട്, ക്രെയ്ഗ് മെക്ഡെർമട്ട് അപ്പൊ 18-19 വയസ്സാണ്. ഇങ്ങനെ കുറെ കളിക്കാർ വരാനുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഒരൊറ്റ കളിക്കാരനില്ല. നമ്മൾ കണ്ടിട്ടോ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണല്ലോ. പണ്ട് ഒരു മൈക്കിൾ ക്ലാർക്ക് ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡേവിഡ് വാർണർ, ഇവരൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇന്ത്യയിൽ അങ്ങനെ അനേക കളിക്കാരുണ്ട്. ഇപ്പൊ വൈഭവ് സൂര്യവംശി തുടങ്ങിയിട്ട് അങ്ങനെ കുറെ കളിക്കാരുണ്ട്. ശ്രീലങ്കയിൽ ഇപ്പൊ പാത്തും നിസംഖ്യ ഉണ്ട്. സിംബാബ്വേയിൽ ഇപ്പൊ കുറെ നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. എല്ലാ രാജ്യത്തും അഫ്ഗാനിസ്ഥാൻ ഓരോ അണ്ടർ-19 ലോകകപ്പ് കഴിയുമ്പോഴും 2-3 ആൾക്കാർ ടീമിൽ വരും. അപ്പൊ അതുപോലെ വെസ്റ്റ് ഇൻഡീസിലൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഓസ്ട്രേലിയൻ ടീമിൽ മാത്രം നമ്മൾ നോക്കുമ്പോ എവിടെ ഫാസ്റ്റ് ബോളേഴ്സ് പുതിയത് ആരുമില്ല. ബാറ്റ്സ്മാൻമാര് നോക്കുമ്പോ അവിടെ ആരുമില്ല. അപ്പൊ അതാണ് ഒരു വലിയൊരു പ്രശ്നം വരാൻ പോണത്.